എന്നും ഞാൻ വീട്ടിൽ ഒറ്റക്കല്ലേ ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് തറവാട്ട് പോയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്താത്ത ഇതേപോലെ വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്ത് ഇത് മസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പുഴുക്ക് ചക്കയാണെങ്കിൽ ആ ഒരു സീസൺ വരുമ്പോൾ അത് തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ഇത്താത്ത വരുന്ന സമയത്ത് കാവത്തുമായിട്ടാണ് കേട്ടോ വന്നത്. ചില സ്ഥലത്ത് അത് നീണ്ടിയെന്ന് പറയും അതിന്. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് ഇതിന് വേറെ എന്തൊക്കെയാണ് പേരുള്ളതെന്ന് അറിയില്ല കേട്ടോ. അതേപോലെയാണ് നല്ല പൊടിയുള്ള സാധനമാണ്. ഇത് പുഴുങ്ങിയിട്ടും പുഴുക്കുണ്ടാക്കിയിട്ടും ഒക്കെ കഴിക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ചേമ്പിൻ്റെ താളും കർമൂസയും കപ്പയും ഇതേപോലെ കാവത്തും എല്ലാം കൂടിയാണ്. അപ്പോൾ ആദ്യം പറിച്ചിട്ടുള്ള ഈ പപ്പായ ഉണ്ടല്ലോ, അത് കുറച്ച് പഴുക്കാനായിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ അത് മാറ്റി വേറെ ഒന്നും കൂടി കുത്തിയെടുത്തതാണ്. കർമൂസൊക്കെ ഈ ചുറ്റുവട്ടത്തും വീട്ടിലും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിനൊക്കെ. പണ്ട് കാലത്ത് ഇങ്ങനെയാണല്ലോ, വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ടാണല്ലോ, ഇളയച്ചും മൂത്തച്ചും നാത്തൂനും ഉമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ടല്ലോ പുഴുക്കുണ്ടാക്കുക. ആ ഒരു പുഴുക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്താത്ത വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ഓർമ്മയാണ് കേട്ടോ ഉണ്ടാവൽ. ഇന്ന് പുഴുക്കുണ്ടാക്കാൻ മൂത്തച്ചില്ല കേട്ടോ. മൂത്തച്ചി ഉണ്ടെങ്കിൽ അവരാണ് മുന്നേ തന്നെ ഉണ്ടാവുക. അതൊക്കെ ഉണ്ടാക്കാൻ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇന്നിപ്പോൾ ആളില്ലാത്തതിനോട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ പുഴുക്കുണ്ടാക്കുന്നത് നടക്കുന്നത്. തൽക്കാലം ഇന്നിപ്പോൾ ഞാനും ഇളയച്ചും നാത്തൂനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചും കൊണ്ടാണ് ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അത് കഴുകി കപ്പയും ഈ കാവത്തൊക്കെ കഴുകിയിട്ടുണ്ടായിന് കേട്ടോ, എന്നിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത്. പിന്നെ വീണ്ടും നല്ലോണം ഈ താളും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ്. അതാ ഈ ഒരു താളുണ്ടല്ലോ, അത് വെച്ചിട്ട് കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലത് കർക്കിടകത്തിലാണെന്നാണ് ഇത്താത്ത പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് പിന്നെ ചക്കപ്പുഴുക്കായാലും ഈ കപ്പപ്പുഴുക്കായാലും ഒക്കെ വലിയ പ്രിയമാണ് കേട്ടോ. പക്ഷേ ഇത്താത്ത വരുമ്പോഴാണ് ഇത് ഉണ്ടാക്കലെന്ന് മാത്രം. ഇത്താത്ത വന്നോ ഇത് ഉണ്ടാക്കൽ മസ്റ്റുമാണ്. വലിയവർ മാത്രമല്ല, കുട്ടികളെയും കൂടി ഞങ്ങൾ ഇതിൽ പങ്കാളികളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ പൊന്നു വന്നിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ചരുവി തരാണ്. പിന്നെ അതേപോലെ പുറത്ത് പോയിട്ട് മുറ്റത്ത് ഇഷ്ടം പോലെ കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കാന്താരി വെച്ചാൽ ആ വെള്ളമുളക്, ഞാൻ മുമ്പ് പറയില്ലേ മേലോട്ട് നോക്കി എന്നൊക്കെ, ആ ഒരു മുളക് ഉണ്ടെങ്കിൽ അത് കുറച്ച് പറിച്ചിട്ടുണ്ടോന്ന്, അതും കുറച്ച് കാന്താരിയും പിന്നെ അതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം എല്ലാം കൂടി ഇട്ട് തേങ്ങയിൽ ചതുക്കിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഈ പുഴുക്ക് വെന്തോണ്ട് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വെന്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇപ്പം ഇളക്കി നോക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടിയെന്നൊരു സംശയം. അപ്പോൾ അതിൽ ഉടയാനുള്ള കപ്പുണ്ട്, അത് വീണ്ടും ഒന്ന് ഉടച്ചിട്ട് അതിനൊന്ന് ടൈറ്റ് ആക്കാനുള്ള സംവിധാനം എടുക്കുക. സത്യം പറഞ്ഞാൽ വെള്ളം കൂടിയോ എന്നൊരു പേടിയായി കേട്ടോ. അപ്പോൾ ഇക്കാക്ക വന്ന് ഒന്ന് സെറ്റാക്കി തന്ന് പിന്നെ തേങ്ങ അരച്ചത് ചേർത്ത് അരക്കാച്ചാൽ നല്ലോണം അരയണ്ട കേട്ടോ, കുറച്ചൊന്ന് ചതക്കിയാൽ മതി. ഇത്താത്ത എപ്പം വന്നാലും ഇത്താത്തൻ്റെ സ്നേഹിതിയാണ് കേട്ടോ കതിച്ചിത്ത, അവരും വന്നിട്ടുണ്ട്. ഇനി പിന്നെ അതാ ഞങ്ങൾ പുഴുക്കൊക്കെ റെഡിയായി എല്ലാവരും കൂടി കഴിക്കുകയാണ്.